ആഗോള കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും മൂലം ഭീഷണിയിലായ ചരിത്രപ്രസിദ്ധമായ ഗലീലി കടലിനെ അഥവാ കിന്നാററ്റ് തടാകം സംരക്ഷിക്കാൻ വിപ്ലവാത്മകമായി നീക്കം നടത്തി ഇസ്രായേൽ. ലോക ചരിത്രത്തിൽ ആദ്യമായി കടൽ വെള്ളത്തിലെ ലവണാംശം നീക്കം ചെയ്തുകൊണ്ട് ഒരു ശുദ്ധജല തടാകത്തിലേക്ക് പമ്പ് ചെയ്യുന്ന അതിവേഗ പദ്ധതിയാണ് ഇസ്രായേൽ സ്വീകരിച്ചത്. യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ഏറെ ബന്ധമുള്ളതിനാൽ ഈ തടാകം യേശുവിന്റെ തടാകം അഥവാ ജീസസ് ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്. മെഡിറ്ററേനിയൻ കടൽത്തീരത്തുള്ള അഷ്ദോദ്, ഹദേര തുടങ്ങിയ തീരദേശ നഗരങ്ങളിലെ അത്യാധുനിക പ്ലാന്റുകളിൽ വെച്ചാണ് കടൽ വെള്ളത്തിലെ ലവണാംശം നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് അവിടെ നിന്ന് 100 മുതൽ 150 കിലോമീറ്റർ വരെ നീളമുള്ള കൂറ്റൻ പൈപ്പ് ലൈനുകളും പമ്പിംഗ് സ്റ്റേഷനുകളും വഴി ഈ വെള്ളം തടാകത്തിലേക്ക് എത്തിക്കുന്നു. തടാകത്തിലേക്ക് നേരിട്ടൊഴുക്കുന്നതിനു മുൻപായി സാൽമോൺ അരുവി വഴിയാണ് ഈ വെള്ളം കടത്തിവിടുന്നത്. ഇതുവഴി മുൻപ് വറ്റിവരണ്ടുപോയ ഒരരുവി പ്രകൃതിദത്തമായി പുനർജനിക്കുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്നു കിന്നാററ്റ് തടാകം. 1994 ഇസ്രായേൽ ഉദ്ഘാടനം ചെയ്ത നാഷണൽ വാട്ടർ കാരിയർ പദ്ധതി വഴി തടാകത്തിലെ വെള്ളം രാജ്യത്തിന്റെ മധ്യമേഖലകളിലേക്കും തെക്കൻ മരുഭൂമി പ്രദേശങ്ങളിലേക്കും എത്തിക്കുകയായിരുന്നു പതിവ്. എന്നാൽ പുതിയ പദ്ധതി ഇതിന് തികച്ചും വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. അതായത് തടാകത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് പകരം കടൽ വെള്ളം ശുദ്ധീകരിച്ച് അതേ റൂട്ടിലൂടെ തിരിച്ച് തടാകത്തിലേക്ക് പമ്പ് ചെയ്ത് എത്തിക്കുന്നു. ഏകദേശം $269 മില്യൺ ചെലവഴിച്ചാണ് ഇസ്രായേൽ ഈ സാങ്കേതിക അത്ഭുതം യാഥാർത്ഥ്യമാക്കിയത്. ഈ പദ്ധതി 2018 നിർമ്മാണം ആരംഭിച്ച് 2022 തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു. എങ്കിലും തുടക്കത്തിൽ പൂർണ്ണതോതിലുള്ള പമ്പിംഗ് ആവശ്യമായി വന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ പ്രദേശത്ത് കഴിഞ്ഞ 100 വർഷത്തിനിടയിലെ ഏറ്റവും കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെട്ടത്. ഇതോടെ തടാകത്തിലെ ജലനിരപ്പ് വൻതോതിൽ താഴുകയും അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള അപകടകരമായ റെഡ് ലൈൻ വരെ എത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് തടാകത്തെ പൂർണ്ണമായും വറ്റിവരളുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി അധികൃതർ ഇപ്പോൾ പൂർണ്ണതോതിലുള്ള പമ്പിംഗ് അടിയന്തരമായി ആരംഭിച്ചത്. നിലവിലെ കണക്കനുസരിച്ച് ശരത് ശീതകാലങ്ങളിൽ മണിക്കൂറിൽ 5000 ക്യൂബിക് മീറ്റർ വരെ ശുദ്ധീകരിച്ച ജലം തടാകത്തിലേക്ക് പമ്പ് ചെയ്യാനാണ് ഇസ്രായേൽ വാട്ടർ അതോറിറ്റി ലക്ഷ്യമിടുന്നത്. ഇതുവഴി ദശലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ ഉയർന്ന ഗുണനിലവാരമുള്ള വെള്ളം തടാകത്തിലേക്ക് ഒഴുകിയെത്തും. മഴ വളരെ ശക്തമാകുന്ന സമയങ്ങളിൽ മാത്രം ഈ പമ്പിങ്ങിന്റെ അളവ് താൽക്കാലികമായി കുറയ്ക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യും. ലവണാംശം നീക്കം ചെയ്ത വെള്ളം പ്രകൃതിദത്ത തടാകത്തിലെ മത്സ്യങ്ങൾ, സസ്യങ്ങൾ, സൂക്ഷ്മജീവികൾ എന്നിവ ഉൾപ്പെടുന്ന ഡെലിക്കേറ്റായ ജൈവ വ്യവസ്ഥയെ ബാധിക്കുമോ എന്ന ആശങ്കകൾ ഉയർന്നിരുന്നു. എന്നാൽ തടാകത്തിലെ സ്വാഭാവിക ജലത്തേക്കാൾ ലവണാംശം കുറഞ്ഞതും ഉയർന്ന ഗുണനിലവാരമുള്ളതുമായ വെള്ളമാണ് തടാകത്തിലേക്ക് വിടുന്നതെന്നും പരിസ്ഥിതിക്ക് യാതൊരു ദോഷവും ഇത് വരുത്തുന്നില്ല എന്നും അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. ഇസ്രായേലിന്റെ ഭാവി ജലസുരക്ഷ ഉറപ്പാക്കാൻ 2075 വരെയുള്ള മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. യേശുക്രിസ്തു വെള്ളത്തിന് മീതെ നടന്നതും അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുമായ ഈ വിശുദ്ധ തടാകം വരും തലമുറകൾക്കായി സംരക്ഷിക്കാൻ ശാസ്ത്രവും എഞ്ചിനീയറിംഗും കൈകോർത്തപ്പോൾ ഇസ്രായേൽ നിർമ്മിച്ചത് ലോകത്തിന് തന്നെ മാതൃകയാകുകയാണ്.